റിപ്പോർട്ടർ ടിവിയിലെ അവതാരകനും പ്രമുഖ മാധ്യമ പ്രവർത്തകനുമായ അരുൺ കുമാറിനെതിരെ രൂക്ഷ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് എംഎൽഎയുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ. അരുൺ കുമാർ, താങ്കളിൽ നിന്നോ താങ്കളുടെ മാധ്യമ സ്ഥാപനമായ റിപ്പോർട്ടർ ചാനലിൽ നിന്നോ മാന്യമായതും നിഷ്പക്ഷമായതുമായ മാധ്യമ പ്രവർത്തനം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട KK രാഗേഷിനെ അഭിനന്ദിച്ച ദിവ്യ എസ് അയ്യർ IASനെതിരെ വലിയ വിമർശനമാണ് യൂത്ത് കോൺഗ്രസ് നടത്തിയിരുന്നത്. വിമർശനങ്ങൾ സൈബർ അധിക്ഷേപത്തിലേക്ക് വരെ നീണ്ടു. ഈ വിഷയം റിപ്പോർട്ടർ ടിവിയിലെ മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടി ചർച്ച ചെയ്യുന്നതിനിടെ അരുൺകുമാർ സംഘടനയെ അപമാനിച്ചെന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആരോപണം. എന്നാൽ ഇത് വ്യാജ പ്രചരണമാണെന്നാണ് റിപ്പോർട്ടർ ടിവി വ്യക്തമാക്കുന്നത്. എന്തു തന്നെയായാലും സോഷ്യൽ മീഡിയയിൽ അരുൺകുമാറിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും വലിയ വിമർശനവും നടക്കുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് വിഷയത്തിൽ അരുൺകുമാറിനെതിരെ പ്രതികരിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലും രംഗത്ത് വന്നിരിക്കുന്നത്. താങ്കൾ യൂത്ത് കോൺഗ്രസിനെതിരെ ഇന്നലെ നടത്തിയ അശ്ലീല പ്രയോഗത്തോടെ താങ്കളുടെ ഉള്ളിലെ അന്ധമായ കോൺഗ്രസ് വിരുദ്ധതയുടെ വിഷം ഒരിക്കൽ കൂടി പൊതുസമൂഹത്തിന് കാണാൻ കഴിഞ്ഞു. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. കാരണം താങ്കളോടൊക്കെ പ്രതികരിക്കേണ്ട എന്ത് കാര്യമെന്ന ചിന്ത ശക്തമായി തന്നെയുണ്ട്. പക്ഷെ പല സഹപ്രവർത്തകരും വിളിച്ച് പ്രതികരിക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇത് എഴുതുന്നത്. താങ്കളുടെ മാധ്യമ സ്ഥാപനത്തിന്റെ ഭാഗത്തു നിന്ന് കോൺഗ്രസിനും രാഹുൽ ഗാന്ധി വരെയുള്ള നേതാക്കന്മാർക്കും നേരെയുള്ള പരിഹാസവും ആക്ഷേപവും ഇത് ആദ്യമായിട്ടല്ല, അവസാനമായിട്ടല്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. നിങ്ങൾ യൂത്ത് കോൺഗ്രസിനെതിരെ പറഞ്ഞ അശ്ലീലം LDF യുവജന പ്രസ്ഥാനത്തിനെതിരെ പറഞ്ഞാൽ ഉണ്ടാകുന്ന അക്രമോത്സുകമായ പ്രതിഷേധം റിപ്പോർട്ടിനെതിരെ നടത്താൻ യൂത്ത് കോൺഗ്രസിന് ചെയ്യാൻ അധിക സമയമൊന്നും വേണ്ട. അത് ചെയ്യാത്തത് മറ്റൊന്നും കൊണ്ടല്ല. കാര്യം നിങ്ങൾ ചെയ്യുന്നത് വേറെ ആണെങ്കിലും പറയുന്നത് മാധ്യമപ്രവർത്തനം എന്നാണല്ലോ. മാധ്യമപ്രവർത്തനത്തോട് കോൺഗ്രസിന് എന്നും ബഹുമാനം തന്നെയാണെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്.